വയനാട് ദുരന്തബാധിതർക്കുള്ള KPCC യൂത്ത് കോൺഗ്രസ് വീടുകൾ വാഗ്ദാനങ്ങളിൽ ഒതുങ്ങുമെന്ന് സൂചന. ഫണ്ട് പിരിവിലും തിരിമറികൾ നടന്നുവെന്ന് പാർട്ടിക്കുള്ളിലും വിമർശനമുണ്ട്. ഭൂമി ലഭിച്ചില്ലെന്ന വാദം ഉയർത്തുന്നത് പദ്ധതി നീട്ടിവെക്കാനാണെന്നും ആക്ഷേപമുണ്ട്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് KPCC പ്രഖ്യാപിച്ച 100 വീടുകൾ എവിടെ? ചോദ്യങ്ങൾക്ക് നേതാക്കളുടെ ഉത്തരം ഇങ്ങനെയാണ്. നമുക്കിതുവരെ ഇവിടെ KPCCക്ക് ആ കാര്യത്തിന് വേണ്ടി ലഭിച്ചത് 4,13,10,40 രൂപയാണ്. സ്ഥലം വാങ്ങി ലഭ്യമാകുന്ന മുറയ്ക്ക് തന്നെ എത്രയും വേഗം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് പൂർത്തിയാക്കും. KPCCക്ക് പൊതുവായി പിരിഞ്ഞു കിട്ടിയതാകട്ടെ 4 കോടി രൂപ. 100 വീടിനായി ബാക്കി വരുന്ന 15 കോടിയോളം തുക ഇനി എവിടെ നിന്ന് എന്നതിൽ ഉത്തരമില്ല. ഇതിനൊപ്പമാണ് യൂത്ത് കോൺഗ്രസിന്റെ 30 വീടുകൾ. പിരിഞ്ഞു കിട്ടിയത് 88 ലക്ഷമെന്നാണ് കണക്ക്. അക്കൗണ്ടിൽ വരാത്ത തുകയെ ചൊല്ലിയാണ് സംഘടനയ്ക്കുള്ളിൽ തർക്കം നടക്കുന്നത്. മാത്രമല്ല, പ്രഖ്യാപിച്ച 30 വീടുകൾ നിർമ്മിക്കണമെങ്കിൽ 2 കോടി ഇനിയും കണ്ടെത്തണം. കോൺഗ്രസ് വസ്തു ഏറ്റെടുത്ത് ഭവന നിർമ്മാണത്തിലേക്ക് പോകും. ഞങ്ങൾ ഈ സർക്കാരിനെ ഡിപ്പെൻഡ് ചെയ്താൽ ഞങ്ങൾക്ക് പറ്റിയ തെറ്റ്. ഇപ്പം ഞങ്ങൾ ഭൂമി കണ്ടെത്തി, കോൺഗ്രസ് കണ്ടെത്തുന്ന ഭൂമിയിൽ യൂത്ത് കോൺഗ്രസിന് 30 വീടുകളും വയ്ക്കും. ബാക്കി വരുന്ന തുക കണ്ടെത്തിയാൽ തന്നെ സ്ഥലം എവിടെ നിന്നാണ് എന്നതാണ് അടുത്ത ചോദ്യം. ഇതിനുള്ള ഒരു നീക്കവും ഇതുവരെ KPCC നടത്തിയിട്ടില്ല. ഭൂമി ലഭിച്ചില്ലെന്ന വാദം ഉയർത്തുന്നത് പദ്ധതി നീട്ടിവെക്കാനെന്ന ആക്ഷേപം ശക്തമാകുന്നത് അതുകൊണ്ടാണ്. മാത്രമല്ല, സർക്കാരിന്റെ ടൗൺഷിപ്പ് പദ്ധതിയിൽ പ്രതിപക്ഷ നേതാവും രക്ഷാധികാരിയാണ്. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗങ്ങളിലും പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തിരുന്നു. അപ്പോഴൊന്നും VD സതീശൻ KPCC വീടുകൾ നിർമ്മിക്കുന്നത് സർക്കാർ പദ്ധതിക്ക് പുറത്താണെന്ന് അറിയിച്ചിട്ടില്ല. ഫണ്ട് വിവാദം വന്നപ്പോഴാണ് പുതിയ പ്രഖ്യാപനം കോൺഗ്രസ് നടത്തുന്നത്. ഗവൺമെന്റ് ഞങ്ങൾക്ക് വീട് വയ്ക്കാനുള്ള അവസരം തരുമെന്ന് വിചാരിച്ചാണ് നമ്മൾ കാത്തിരുന്നത്. അതല്ല, പൈസ കൊടുത്താൽ മതി എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾ ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗും സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ സ്ഥലം വാങ്ങിക്കുക. അപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ പണം കോൺഗ്രസ് പാർട്ടി വാങ്ങിക്കുന്ന സ്ഥലത്ത് അവർക്ക് വീട് വയ്ക്കുന്നതിനുള്ള സൗകര്യം ചെയ്തു. മുസ്ലിം ലീഗ് മേപ്പാടിയിൽ 11 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് 105 വീടിന് തറക്കല്ലിട്ട് കഴിഞ്ഞു. സർക്കാർ ടൗൺഷിപ്പിന്റെ ഭാഗമായി DYFI 100 വീടിനുള്ള ധാരണാപത്രവും 20 കോടിയും മുഖ്യമന്ത്രിക്ക് കൈമാറി. ചെറിയ സംഘടനകളും സ്പോൺസർമാരും സ്ഥലം കണ്ടെത്തി നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും മാത്രം ഭൂമി കിട്ടുന്നില്ല. ഈ വാദത്തിലും ദുരൂഹതയുണ്ട്. ചുരുക്കത്തിൽ, വയനാട് ദുരിതബാധിതരെ കബളിപ്പിക്കുന്ന നിലയിലേക്ക് KPCCയുടെ 100 വീട് പദ്ധതി മാറുകയാണെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.